നമസ്കാരം. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രതിപക്ഷത്തുള്ള ഐക്യജനാധിപത്യ മുന്നണിയും വയനാടൻ ജനതയ്ക്ക് മുകളിൽ ഒരു അനാവശ്യ ഹർത്താൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ദിവസം വയനാട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുക വഴി കേന്ദ്ര സർക്കാരിനെതിരെയും BJP-ക്കെതിരെയുമുള്ള പ്രചരണ ആയുധമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഏവർക്കും അറിയാം. അവർ ആരോപിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സഹായവും നൽകിയില്ല എന്നുള്ളതാണ്. ജൂലൈ 29-ാം തീയതി നമ്മുടെ നാടിന് നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ നിമിഷം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രത്തിന്റെ സർവ്വവിധ സന്നാഹങ്ങളുമാണ് ദുരന്ത ഭൂമിയിലേക്ക് അയച്ചത്. 14 യൂണിറ്റുകളോളമുള്ള ഇന്ത്യൻ സൈന്യത്തെ, അതുപോലെ തന്നെ NDRF-ന്റെ 5 യൂണിറ്റുകൾ, BSF-ന്റെ 3 യൂണിറ്റുകൾ, വ്യോമസേനയുടെ 3 ഹെലികോപ്റ്ററുകൾ, നാവികസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ, എല്ലാവിധ സന്നാഹങ്ങളാണ് ദുരന്ത മേഖലയിൽ ദുരിതമനുഭവിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആ നിമിഷം എത്തിച്ചത്. കൂടാതെ തന്നെ കേരളത്തിലെ മന്ത്രിമാർ ദുരന്ത സ്ഥലം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പ്രദേശങ്ങളിൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എത്തിച്ചേരുകയും എല്ലാവിധ രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിത രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. നമ്മൾ കണ്ടതാണ് ദുരന്ത ഭൂമിയിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളും നാവികസേനയുടെ ഹെലികോപ്റ്ററും വന്നിറങ്ങി, മുണ്ടക്കൈ ദുരന്ത പ്രദേശത്ത് വന്നിറങ്ങി അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. യഥാസമയമുള്ള കേന്ദ്രത്തിന്റെ ഇടപെടൽ കൊണ്ട് നിരവധി ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ ദുരിത പ്രദേശത്തിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും വസ്ത്രവും അവർക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള മെഡിക്കൽ എയ്ഡുകളും എല്ലാം നമ്മുടെ കേന്ദ്രസേനയുടെ വിവിധ ഭാഗങ്ങൾ നിർവഹിച്ചു. പെട്ടെന്ന് തന്നെ അവരെയെല്ലാം ആശുപത്രികളിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. മണിക്കൂറുകൾ കൊണ്ട് മുണ്ടക്കൈ പ്രദേശത്തേക്ക്, ആ ഭാഗത്തേക്കുള്ള പാലത്തിന് പകരം, ഒലിച്ചുപോയ പാലത്തിന് പകരം ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ടാണ് നമ്മുടെ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ച് യാത്രായോഗ്യമാക്കി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം നേതൃത്വം നൽകി എന്നുള്ളത് മാത്രമല്ല, ജൂലൈ 29-ന് നടന്ന ദുരന്തത്തിന് ശേഷം 31-ാം തീയതി തന്നെ ദുരന്ത മേഖലയിലുള്ള പ്രാഥമിക ചെലവുകൾക്ക് വേണ്ടി കേരളത്തിലെ SDRF ഫണ്ടിലേക്ക് 145 കോടി 60 ലക്ഷം രൂപ കേന്ദ്രം നൽകി. തുടർന്ന് ഒക്ടോബർ മാസത്തിലും ഇതേ തുക തന്നെ 145 കോടി 60 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ നൽകിയെന്ന് മാത്രമല്ല, നേരത്തെ SDRF ഫണ്ടിലുള്ള 393 കോടി 60 ലക്ഷം രൂപയും കൂടെ കൂട്ടി 782 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കൈവശത്തേക്ക് കേന്ദ്ര സർക്കാർ നൽകിയതാണ്.
നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 643 കോടിയോളം രൂപ ഇതിനോടകം കിട്ടിയിട്ടുണ്ട്. 643 കോടിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 80 കോടി രൂപ നമ്മുടെ പിണറായി വിജയൻ സർക്കാരിന്റെ ഖജനാവിലേക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ആകെ 1425 കോടി 90 ലക്ഷം രൂപ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും അതിന് തുടർന്നുള്ള കാര്യങ്ങൾക്കും വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെതും മറ്റേതുമായിട്ടുള്ള തുക നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ദുരന്ത ഭൂമിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി എത്തിച്ചേരുകയും മണിക്കൂറുകളോളം ദുരന്ത ഭൂമിയിൽ എത്തി മുഖ്യമന്ത്രി പോലും വേലിപ്പാലത്തിനടുത്ത് നിന്നപ്പോ ദുരന്ത ഭൂമിയിൽ ആ മുണ്ടക്കൈ സ്ഥലങ്ങളിൽ മുഴുവൻ, ചൂരൽമലയിലെ വിവിധ ഭാഗങ്ങൾ മുഴുവൻ നേരിട്ട് പ്രധാനമന്ത്രി സന്ദർശിച്ച് നേരിട്ട് ബോധ്യപ്പെട്ട് ഏകദേശം 1.25-2 മണിക്കൂറോളം കലക്ടറേറ്റിൽ ഉദ്യോഗസ്ഥന്മാരോടും ജനപ്രതിനിധികളോടും സംസാരിച്ച് അദ്ദേഹം വയനാട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ അദ്ദേഹം ഒരു വാഗ്ദാനം നൽകിയിരുന്നു. പണം ഒന്നിനും ഒരു പ്രശ്നമല്ല, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും പുനരധിവാസത്തിനും കേന്ദ്ര സർക്കാർ മതിയായിട്ടുള്ള തുക നൽകുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്നും പോകുന്നത്. പക്ഷെ പ്രധാനമന്ത്രി ഒരു നിർദ്ദേശം കേരള സർക്കാരിന്റെ മുമ്പിൽ വെച്ചിരുന്നു. ഏതിനൊക്കെയാണ് സഹായം വേണ്ടത്, അതിനെക്കുറിച്ച് ഒരു DPR, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് നൽകണമെന്നുള്ളതായിരുന്നു. കാരണം ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമിയെടുക്കാൻ എത്ര കോടികൾ വേണം, അതുപോലെ തന്നെ ഈ വീട് നഷ്ടപ്പെട്ടവർക്ക്, താമസയോഗ്യമല്ലാത്ത വീടുകളുള്ളവർക്ക് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി, വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കണക്കുകൾ, അതുപോലെ തന്നെ സ്കൂൾ നിർമ്മിക്കാനോ ഇനി ആരാധനാലയങ്ങൾ നിർമ്മിക്കാനോ ആ റോഡുകൾ നിർമ്മിക്കാനോ പാലങ്ങൾ നിർമ്മിക്കാനോ വിദ്യുച്ഛക്തി എത്തിക്കാനോ വെള്ളം എത്തിക്കാനോ ഇതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് യാത്ര തിരിച്ചത്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ സർക്കാർ ഒരു കണക്ക് കൊടുത്തു. എന്താണ് കണക്ക്? മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഓരോ മൃതദേഹത്തിനും 75,000 രൂപ. നമുക്കറിയാം, 69ഓളം മൃതദേഹങ്ങൾ ഒരു പൈസ പോലും വാങ്ങിക്കാതെ സംസ്കരിച്ചത് സേവാഭാരതിയായിരുന്നു. അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റികളും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റികളും ഒക്കെയാണ് മിക്കവാറുമുള്ള ശരീരങ്ങൾ സംസ്കരിച്ചത്. നമ്മുടെ സർക്കാർ ഒരു കൊള്ളക്കണക്കാണ് ഇതിനു വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ ദുരിതാശ്വാസ മേഖലയിൽ ആളുകളെ എത്തിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തത് സൈന്യവും മറ്റുള്ള സന്നദ്ധ സംഘടനകളുമാണ്. പക്ഷെ നമ്മുടെ സർക്കാർ എഴുതി കൊടുത്ത കണക്കിൽ ട്രാൻസ്പോർട്ടേഷന് മാത്രം 8 കോടി രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആളുകൾക്കുള്ള വസ്ത്രങ്ങൾ, ദുരിതബാധിതർക്കായിരിക്കുന്ന വസ്ത്രങ്ങൾ മുഴുവൻ വിതരണം ചെയ്തത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുമാണ്. അതിനും സർക്കാർ 4 കോടിയുടെ കണക്കാണ് എഴുതി കൊടുത്തത്. അതുപോലെ തന്നെ JCB പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് JCBയുടെ മുതലാളിമാരാണ് അതിൻ്റെ ചെലവുകൾ മുഴുവൻ വഹിച്ചത്. അതിന് സർക്കാർ കൊടുത്തിരിക്കുന്ന കണക്കിൽ, കേന്ദ്രത്തിന് സമർപ്പിച്ച കണക്കിൽ 15 കോടിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും കള്ളക്കണക്ക് എഴുതിക്കൊണ്ട് ഊതി വീർപ്പിച്ച കണക്കുകളാണ് കേന്ദ്രത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത്. ഇത് വിവാദമായപ്പോൾ സർക്കാർ പറയുന്നത് ഇത് എസ്റ്റിമേറ്റ് കണക്കാണെന്നാണ് പറയുന്നത്.
കേന്ദ്രസേന നിർമ്മിച്ച, ആർമി നിർമ്മിച്ച ബെയിലി പാലത്തിന് പോലും 2 കോടി രൂപയാണ് പിണറായി വിജയൻ സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരള സർക്കാർ കൊടുക്കുന്ന ഈ കള്ളക്കണക്ക് കണ്ട് പൈസ കൊടുക്കുന്നതല്ല കേന്ദ്രത്തിന്റെ നടപടി. കേന്ദ്രം പറഞ്ഞു എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് തരും. ആ റിപ്പോർട്ട് തരുന്ന പക്ഷം കൃത്യമായിട്ടുള്ള പണം സംസ്ഥാന സർക്കാരിന് നൽകാമെന്ന് കേന്ദ്രം ആവർത്തിച്ച് പറഞ്ഞിട്ടും ദുരന്തം കഴിഞ്ഞ് 3 മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ വ്യക്തമായിട്ടുള്ള കണക്ക് നൽകാൻ ഇവിടുത്തെ സംസ്ഥാന ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെയധികം ദുഃഖകരമായിട്ടൊരു കാര്യമാണ്. നമുക്കറിയാം, ഇവിടെ ദുരിതബാധിതരായിരിക്കുന്ന ആളുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുകയാണ്. സർക്കാർ നൽകുന്നത് വെറും തുച്ഛമായിട്ടുള്ള 6000 രൂപയാണ് വാടക. പല സ്ഥലങ്ങളിലും 8000, 10000, 12000 രൂപ വാടകയ്ക്കാണ് ദുരിതബാധിതർ ഇവിടെ താമസിക്കുന്നത്. സർക്കാരിന്റെ കയ്യിൽ 1425 കോടി രൂപ അടുപ്പിച്ചുണ്ടായിരുന്നിട്ട് പോലും ഓരോ ദുരിതബാധിതർക്കും 10 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ തന്നെ 100 കോടി രൂപ മാത്രമേ ചെലവാകൂ. ഈ തുക മുഴുവൻ കയ്യിൽ വെച്ചുകൊണ്ട് കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പഴിചാരി രക്ഷപ്പെടാനാണ് കേരള സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലഘട്ടം മാറിക്കഴിഞ്ഞു. ഇന്ന് ആളുകൾക്ക് എല്ലാ വിവരങ്ങളും ഞൊടിയടിയിൽ അവരുടെ മുമ്പിൽ അറിയുന്നതാണ്. അതുകൊണ്ട് ദുരിതബാധിതരായിരിക്കുന്ന ആളുകൾക്കറിയാം ഇത് ആരുടെ കുഴപ്പം കൊണ്ടാണ് ഇത് കിട്ടാത്തത്. 2 ദിവസം മുമ്പ് മാതൃഭൂമി പത്രത്തിലാണ് നമ്മളൊരു വാർത്ത കണ്ടത്. നമുക്കറിയാം, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രതിയോഗികൾ മാത്രമല്ല മാധ്യമങ്ങളും കേന്ദ്ര സർക്കാരിനെതിരാണെന്ന് നമുക്കറിയാം. ഇന്നലെ മാതൃഭൂമിയിൽ ഒരു ചെറിയൊരു കോളം വാർത്തയാണ്. 2 ദിവസത്തിനകം കേരള സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനർത്ഥം എന്താണ്? ഈ 3 മാസം കാലം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേരള സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്നാണ് ഒരു കൃത്യമായിട്ടുള്ള കണക്ക് കൊടുക്കുന്നത്, കൃത്യമായിട്ടുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കുന്നത്, അതിനനുസൃതമായിട്ടുള്ള തുക കൈമാറുമെന്ന് കേന്ദ്രം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വയനാടൻ ജനതയെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇരു മുന്നണികളും ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ജനവിരുദ്ധമായിട്ടുള്ള, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഹർത്താൽ ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവരുടെ വേറൊരു ആരോപണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ ഇടതുപക്ഷക്കാരും ഐക്യജനാധിപത്യ മുന്നണിക്കാരും ആരോപിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ദുരന്ത നിവാരണ നിയമം പാസാക്കിയത്. അതിലെവിടെയാണ് സഖാവേ, അതിലെവിടെയാ കോൺഗ്രസ്സുകാരാ ദേശീയ ദുരന്തമെന്ന് പ്രഖ്യാപിക്കാനുള്ള എന്ത് വകുപ്പാണ്, എന്ത് വ്യവസ്ഥയാണ് അതിൽ എഴുതിയിട്ടുള്ളത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം, ജനങ്ങളോട് പറയണം. ദുരന്ത നിവാരണ നിയമത്തിൽ ഒരിടത്തും ഒരു പ്രകൃതിക്ഷോഭത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള വ്യവസ്ഥയില്ലെന്നിരിക്കെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞു നടക്കുന്നത് രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ടാണ് എന്ന് ഇവിടുത്തെ ജനത മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചും പറയാനുള്ളത്. എന്തായാലും ഈ പാലക്കാടൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങൾ, ഈ ജനങ്ങളുടെ മുമ്പിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഹർത്താൽ, ഈ ജനവിരുദ്ധ ഹർത്താൽ എന്തുകൊണ്ടും അനാവശ്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം.